നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ ഞാൻ ധന്യനായി. പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക അവസ്ഥയിൽ പ്രാവുകൾക്ക് വിവിധ സാംക്രമിക രോഗങ്ങൾ ബാധിക്കാനുള്ള സാഹചര്യമാണുള്ളത്. സാധാരണയായി ഈർപ്പവുമായി ബന്ധപ്പെട്ട് കോക്സിഡിയോസിസ് ആണ് പൊതുവായി പ്രാവുകളെ ബാധിക്കാറുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിൽ പല ഭാഗങ്ങളിലും തലതിരിച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അറിവാണ് എന്നെ ഈ വീഡിയോ ചെയ്യുവാനായി പ്രേരിപ്പിച്ചത്. കാലാകാലമായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയം തെറ്റിയാണ് ഇപ്പോൾ മഴ ലഭിക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയാണ് തലതിരിച്ചൽ ഈ സമയത്ത് കാണുന്നത്. വെയിലുള്ള അഥവാ വേനൽക്കാലങ്ങളിലാണ് സാധാരണയായി തലതിരിച്ചൽ കണ്ടുവരാറുള്ളത് എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. ഇതൊരു വൈറൽ എയർബോൺ ഡിസീസാണ്, വായുവിൽ കൂടി പകരുന്നത് എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ളപ്പോൾ സാധാരണയായി ഇത് വ്യാപിക്കാറില്ല. എന്താണ് തലതിരിച്ചിൽ? ഇതിന് ട്വിസ്റ്റിംഗ് ഓഫ് ഹെഡ് എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ശരിയായ പദം ശാസ്ത്രീയമായി ടോർട്ടിക്കോളിസ് എന്നാകുന്നു. ഏതൊക്കെ അവസ്ഥകളിലാണ് തലതിരിച്ചൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായി 4 തരം രോഗങ്ങളിലാണ് തലതിരിച്ചൽ രോഗലക്ഷണമായി കാണാറുള്ളത്. 1 വൈറ്റമിൻ ഡിഫിഷ്യൻസി, 2 പീജിയൻ മലേറിയ, 3 സാൽമണലോസിസ്, 4 പാരാമിക്സോവൈറോസിസ് അഥവാ PMV. നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് പാരാമിക്സോവൈറോസിസിനെ കുറിച്ചാണെങ്കിലും 2-3 വാക്ക് മറ്റുള്ളവയെ കുറിച്ച് പറഞ്ഞ് നമുക്ക് PMVയിലോട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായി വൈറ്റമിൻ ഡിഫിഷ്യൻസി. വൈറ്റമിൻ ഡിഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പ്രധാനമായും B1 എന്ന് പറയുന്ന തൈമിൻ, B9 എന്ന് പറയുന്ന ഫോളേറ്റ്, B12 എന്ന് പറയുന്ന കൊബാലമൈൻ എന്നീ ഘടകങ്ങളാണ് ഇതിന് കാരണം. നാഡികളുടെ നിലനിൽപ്പിനും സംവഹനത്തിനും വൈറ്റമിൻ ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണയായി അരി, ഗോതമ്പ്, ചോളം അഥവാ മെയ്സ്, ഓട്സ് അഥവാ ഓട്ടുധാന്യം, യവം അഥവാ ബാർലി എന്നിവയെല്ലാം കൊടുക്കുമ്പോൾ അവയുടെ പുറം കവചമായ തവിട് എന്ന് പറയുന്ന ഭാഗം ഉൾക്കൊള്ളിച്ച് ഭക്ഷണം ക്രമീകരിച്ചാൽ ഈ ന്യൂനത ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ വൈറ്റമിൻ ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെയും കൊടുക്കാറുണ്ട്. രണ്ടാമതായി പീജിയൻ മലേറിയയെക്കുറിച്ച് നോക്കാം. ഇതിനെ ഏവിയൻ മലേറിയ എന്നും പറയാറുണ്ട്. മനുഷ്യരിൽ കാണുന്ന മലേറിയ അല്ല ഇത് എന്ന് ആദ്യമേ പറയട്ടെ. രോഗസംക്രമണത്തിലും അഥവാ പകരുന്ന രീതികളിലും രോഗലക്ഷണങ്ങളിലും രോഗം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രീതികളിലും സാമ്യമുള്ളതുകൊണ്ട് ഇതിനെ സ്യൂഡോ മലേറിയ എന്നും പറയാറുണ്ട്. പ്രാവിൽ കാണുന്ന പരാദജീവികളായ അണുക്കൾ, അതിന് പറയുന്ന പേരാണ് ഹീമോപ്രോട്ടിയേസ്. മനുഷ്യരിൽ കാണുന്ന പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം ഫാൽസിപാരവുമായി തുല്യതയും പ്രവർത്തനവും ഒരുപോലെ ആയതുകൊണ്ടാണ് ഇതിന് മലേറിയ എന്ന് തന്നെ പറയുന്നത്. കൊതുകിൽ നിന്നാണ് ഈ വ്യാധി പകരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ രോഗത്തിന്റെ സ്ഥിരീകരണം ബ്ലഡ് ടെസ്റ്റിൽ ഹീമോപ്രോട്ടിയേസ് കൊളുംബെ എന്ന അണുവിന്റെ ഭാഗമായ ഗാമറ്റോസൈറ്റ്സ്, പ്രാവിന്റെ ചുവന്ന രക്താണുവിൽ കാണാമെന്നതാണ്. സാധാരണയായി ഇത് വെറ്റിനറി കോളേജുകളിലും വെറ്റിനറി ലാബുകളിലുമാണ് ചെയ്യാറുള്ളത്. അടുത്തതായി സാൽമണലോസിസിലേക്ക് വരാം. പാരാടൈഫോയിഡ് എന്നും ഇതിന് പറയാറുണ്ട്. ഇത് പരത്തുന്ന അണുവിനെ പറയുന്ന പേരാണ് സാൽമണലെ ടൈഫീമ്യൂറിയ. ബാധിച്ചിരിക്കുന്ന ശരീരഭാഗമനുസരിച്ച് ഈ രോഗത്തെ 4ആയി തരംതിരിക്കാം. അതിൽ തന്നെ ബവൽ ഫോം, ആദ്യത്തെ ബവൽ ഫോം നോക്കാം. അതിന് ഇൻറ്റസ്റ്റൈനൽ ഫോം എന്നും പറയാറുണ്ട്. കുടലിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇങ്ങനെ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രാവിന്റെ വിസർജ്യത്തിൽ തീർച്ചയായും ദഹിക്കാത്ത ഫുഡ് ഗ്രെയിൻസ് കാണാൻ കഴിയുമെന്നാണ് സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റു രോഗങ്ങളിൽ ഒന്നും തന്നെ ഈ ദഹിക്കാത്ത ഫുഡ് ഗ്രെയിൻസ് കാണാറില്ല. മെനിഞ്ചൽ ഫോം, തലതിരിച്ചിലുമായി ബന്ധപ്പെട്ട സാൽമണലോസിസ് എന്ന് പറയുന്നതാണ് മെനിഞ്ചൽ ഫോം. തലച്ചോറിനെ ആവരണം ചെയ്യുന്ന മെനിഞ്ചസിനെ ബാധിക്കുന്നതാണ് ഈ അവസ്ഥ. ഇങ്ങനെ ബാധിക്കുന്ന അവസ്ഥയിലാണ് തലതിരിച്ചിൽ കാണുന്നത്. മൂന്നാമതായി ജോയിന്റ് ഫോം അഥവാ ആർട്ടിക്കുലാർ ഫോം എന്നും ഇതിന് പറയാറുണ്ട്.
കാൽമുട്ടുകളിലും കൈമുട്ടുകളിലും വിവിധ സന്ധികളിലും കാണുന്ന വീക്കമാണ് ഇതിൻ്റെ ലക്ഷണം. നാലാമതായി ജനറലൈസ്ഡ് ഫോം. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അഥവാ അവയവങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇങ്ങനെ ബാധിച്ച പ്രാവുകൾ അധിക നാൾ ജീവിക്കാറില്ല എന്നതാണ് വസ്തുത. ഇനി നമുക്ക് പാരാമിക്സോവൈറോസിസിലേക്ക് വരാം. കൂടുതൽ ഡീറ്റെയിലായി നമുക്ക് നോക്കാം. 1970കളിൽ മിഡിൽ ഈസ്റ്റിലും 1980കളിൽ യൂറോപ്പിലും ആണ് ഇത് കണ്ടത്. പ്രത്യേകിച്ച് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയിലുമാണ് ആദ്യമായി ഈ രോഗം ശ്രദ്ധയിൽപ്പെടുന്നത്. പാരാമിക്സോവൈറോസിസ് തന്നെ പലവിധമുണ്ടെങ്കിലും പ്രാവുകളെ ബാധിക്കുന്നത് ടൈപ്പ് 1 ആണ്. ഇതേ വൈറസ് തന്നെയാണ് വളർത്തുകോഴികളിലും ഗിനിക്കോഴികളിലും ന്യൂ കാസിൽ ഡിസീസ് ഉണ്ടാക്കുന്നതെങ്കിലും പ്രാവുകളിൽ ന്യൂ കാസിൽ ഡിസീസ് എന്ന് പറയാറില്ല. ഈ അസുഖം മൂലം പകരുന്ന വിധത്തെപ്പറ്റി 2 വാക്ക് പറയാം. പ്രധാനമായും ഒരു പ്രാവിൽ നിന്ന് മറ്റൊരു പ്രാവിലേക്ക് നേരിട്ട് പകരാം. അതിനെ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയാം. അണുക്കൾ അഥവാ വൈറസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയിൽ കൂടി കാറ്റ് വഴി പകരാം. അതുകൊണ്ടാണ് ഇതിനെ എയർ ബോൺ ഡിസീസ് എന്ന് നേരത്തെ പറഞ്ഞത്. മൂന്നാമതായി പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി കൊതുകിൽ കൂടെയും ഈച്ചകളിൽ കൂടെയും പകരാം. ഇതിന് പറയാം ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. അതുപോലെ തന്നെയാണ് എലികളിൽ കൂടെയും മനുഷ്യരിൽ കൂടെയും പകരുന്നത്. അതുകൊണ്ട് തന്നെ പാരാമിക്സോവൈറോസിസ് ബാധിച്ച ഒരു ലോഫ്റ്റിൽ അറിഞ്ഞോ അറിയാതെയോ പോയാൽ തന്നെ മറ്റു ലോഫ്റ്റിലേക്കോ സ്വന്തം ലോഫ്റ്റിലേക്കോ പോകുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചതിന് ശേഷമേ പോകാവൂ. അടുത്തതായി ഇൻഫെക്ഷൻ ഏത് വഴിയാണ് ഉള്ളിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. വായിൽ കൂടി കുടലിലേക്കോ മൂക്കിൽ കൂടി ശ്വാസനാളത്തിലേക്കോ ആണ് ഈ വൈറസ് ആദ്യം കടക്കുന്നത്. തുടക്കത്തിൽ ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. അതിനാൽ കുടൽ സംബന്ധമായ ലക്ഷണങ്ങളാണ് ആദ്യത്തിൽ നിരീക്ഷിക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഭക്ഷണം വേണ്ടിയില്ലായ്മ, അതിന് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ് എന്ന് പറയും. വയറിളക്കം അഥവാ ഡയേറിയ. വൈറസ് ബാധിച്ച വയറിളക്കത്തിന് മറ്റു വയറിളക്കത്തെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വിസർജ്യം കാണുമ്പോൾ ക്ലിയർ വാട്ടറിൽ അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ മണ്ണിരയെ മുറിച്ച് 2-3 കഷ്ണം ഇട്ടാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഈ വിസർജ്യം കാണുമ്പോൾ തോന്നുക. വോമിറ്റിംഗ് അടുത്തൊരു സിംറ്റമാണ്. അമിതമായ വെള്ളം ദാഹം വേറൊരു ലക്ഷണം കൂടിയാണ്. ഇങ്ങനെയുള്ള ആദ്യ ലക്ഷണങ്ങളെ തുടർന്നാണ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത്. ആദ്യമായി പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നടക്കുമ്പോൾ പിന്നിലേക്കുള്ള നടത്തം, അല്പാൽപ്പം തല ചെരിച്ചുള്ളൊരു നോട്ടം, ശേഷം തല താഴ്ത്തി വയറിൻ്റെ ഭാഗത്തേക്ക് മുട്ടിക്കുക. അതിനുശേഷമാണ് തലതിരിച്ചൽ ആരംഭിക്കുക. ചില പ്രാവുകൾ പറക്കാൻ സാധിക്കുമെങ്കിൽ പിന്നിലേക്ക് പറക്കുന്നത് ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. കൂടാതെ പറക്കുമ്പോൾ ദിശ മാറി ചുവരിലോ മറ്റും ഇടിക്കുകയും വട്ടം കറങ്ങി താഴേക്ക് ഇടിച്ചു വീഴുകയും ചെയ്യാം. വേറൊരു ലക്ഷണം ചില പ്രത്യേക ശബ്ദങ്ങൾക്ക് അമിതമായ പ്രതികരണം. ഉദാഹരണം, ശബ്ദങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് കൈകൊട്ടുകയോ ഇരുട്ടിൽ ടോർച്ച് അടിച്ചാലോ അമിതമായി തലതിരിച്ചുള്ള പ്രതികരണം PMVയുടെ ഒരു ലക്ഷണമാണ്. തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏകദേശം 7 മുതൽ 10 ദിവസം വരെ എടുക്കും. ഭക്ഷണം കൊക്കുകൊണ്ട് കൊത്തി തിന്നാൻ ആരംഭിക്കും. ആദ്യം ഒരിക്കലും ഭക്ഷണം കൊക്കിൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും. പിന്നീട് 3-4 തവണ കൊത്തുമ്പോൾ കിട്ടുന്ന 1 മണി ധാന്യം തല തിരിച്ച് കൊക്കിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ കാണാം. ഈ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞാലാണ് അല്പാൽപമായി ഉള്ളിലേക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എടുത്താൽ തന്നെ അത് അന്നനാളത്തിലേക്കാക്കാൻ കഴുത്തിട്ട് തിരിച്ച് അല്പം പിന്നാക്കം പോയി വേണം അത് ഉള്ളിലേക്കിറക്കാൻ. വളരെ തീവ്രമായി ബാധിപ്പാണെങ്കിൽ ഇതിനൊന്നും സാധിക്കാതെ വരും എന്നതാണ് യാഥാർത്ഥ്യം. കാഴ്ചശക്തിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലോ അധിക നാൾ അത് ജീവിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഭൂരിഭാഗം പ്രാവുകളും അപ്രാപ്തരായി വികലാംഗരെ പോലെ ജീവിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ചുരുക്കം ചില കേസുകളിൽ 100% പൂർണ്ണത കൈവരിച്ചില്ലെങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ ജീവിക്കാൻ സ്വയം പഠിക്കും. എന്നാൽ അതിലും ചിലത് 100% പൂർണ്ണത കൈവരിക്കുന്നതും കാണാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് വീണ്ടും രോഗം ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരു പ്രധാന കാര്യം,
രോഗം ബാധിച്ച ഒരു പ്രാവിനെ 1 മാസത്തിനുള്ളിൽ രോഗം പരത്താനുള്ള ശേഷി ഇല്ലാതാകും എന്ന് ഓർക്കുക. എങ്ങനെയാണ് ഇത് പാരോമിക്സോ വൈറോസിസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക? അതിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതോടുകൂടി തൊണ്ടയിൽ നിന്നോ വെന്റ് ഭാഗത്തു നിന്നോ സ്വാബ് എടുത്ത് വൈറസിനെ വേർതിരിച്ചെടുക്കലായിരുന്നു ആദ്യത്തെ സമ്പ്രദായം. എന്നാൽ ഇപ്പോൾ ബ്ലഡ് എടുത്ത് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷനിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ്. സാധാരണയായി വെറ്റിനറി കോളേജുകളിലെ മൈക്രോബയോളജി ലാബുകളിലാണ് ഇത് ചെയ്യാറുള്ളത്. എന്നാൽ ആധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ലാബുകളിലും ഇതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിഷമത്തോടുകൂടി തന്നെ പറയട്ടെ, പാരമിക്സോ വൈറോസിസിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല എന്നതാണ് അവസ്ഥ. വേണ്ട രീതിയിൽ നല്ല ഭക്ഷണവും പോഷകാഹാരവും കൊടുക്കുന്നതോടൊപ്പം തുടക്കത്തിൽ ദ്വിതീയ അണുബാധ തടയുവാൻ ആവശ്യാനുസരണം തക്കതായ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് നന്നായിരിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ വാക്സിനേഷൻ എന്താണ് എന്ന് നോക്കാം. വർഷത്തിലൊരിക്കൽ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ ഒരു പരിധിവരെ രോഗം വരാതെ ശ്രദ്ധിക്കാം. രോഗം വരാൻ പ്രതീക്ഷിക്കുന്നതിൻ്റെ 1 മാസമെങ്കിലും മുൻപേ കുത്തിവയ്പ്പ് എടുക്കേണ്ടതാണ്. രോഗം ബാധിച്ചതിന് ശേഷം വാക്സിനേഷൻ എടുത്തിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഓർക്കണം. മരുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കാവുന്ന ചില സൈറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അവസാനമായി പരിപാലിക്കേണ്ട രീതിയെക്കുറിച്ച് 2 വാക്ക് പറയാം. ഇവിടെയാണ് നമ്മുടെ പ്രാവുകളോടുള്ള യഥാർത്ഥ സ്നേഹം കാണേണ്ടത്. ഒരു കാലത്ത് നമുക്ക് ആനന്ദം നൽകിയിരുന്ന അരുമകളായ പ്രാവുകളെ രോഗം വരുമ്പോൾ ഒരിക്കലും ത്യജിച്ച് കളയരുത്. രോഗം ബാധിച്ച നമ്മുടെ പ്രാവുകളെ സ്നേഹത്തോടും കരുതലോടും പരിപാലിക്കുക എന്നാണ് നമ്മുടെ ധർമ്മം. നല്ല ഭക്ഷണവും വെള്ളവും വലിയ വാവട്ടമുള്ള പാത്രങ്ങളിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. കാരണം ചെറിയ വാവട്ടമുള്ള പാത്രങ്ങളിൽ നിന്ന് ഭക്ഷിക്കുക ബാധിച്ച പ്രാവുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതാണ്. ആദ്യത്തെ കുറച്ചു നാളെങ്കിലും ബ്രീഡുകൾക്ക് അനുസൃതമായ ചെറിയ കൂട്ടിൽ ഇടുന്നതായിരിക്കും നല്ലത്. കൂടിൻ്റെ അടിഭാഗം വലയുള്ളതാണെങ്കിൽ വിസർജ്യം ശരീരത്തിൽ പറ്റിപ്പിടിക്കാൻ ഇടവരില്ല. കഴിയുന്നതും രോഗം ബാധിച്ച് കുറവ് വന്നവയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിയിടുകയാണ് നല്ലത്. കാരണം ആരോഗ്യമുള്ള പ്രാവുകളുടെ വേഗത രോഗം മാറിയവർക്ക് ഉണ്ടാകില്ലല്ലോ. മേൽ വിവരിച്ച വിവരണങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ വീഡിയോ ചെയ്യുവാൻ പ്രചോദനം തന്ന യുണൈറ്റഡ് പീജിയൻ ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഞാനിവിടെ പ്രകാശിപ്പിക്കട്ടെ. യുണൈറ്റഡ് പീജിയൻ ക്ലബിന് വേണ്ടി ഡോക്ടർ ജോൺസ് പോൾ, തൃശൂർ. താങ്ക് യു വെരി മച്ച്.